ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് പറയണ്ടല്ലോ. എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. ഒരു ജസ്റ്റ് പൂരി ബേസ് പോലെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് പരിചയപ്പെടാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ, കടലമാവ്, പഞ്ചസാര, എഗ്ഗ്. അപ്പോൾ ഇത്രയും 4 ഐറ്റം ആണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഒരു ചെറിയ ബോളെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഡോ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ആദ്യം മൈദ ഇട്ടു, അതിലേക്ക് മൈദ നന്നായിട്ട് ഒരു ചെറിയൊരു ബോൾ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടലമാവ് ഇട്ടു. കടലമാവും അതേ സെയിം ആയാൽ മതി, അതായത് ബോളിൻ്റെ ഒരു ചെറിയ ഐസ്ക്രീം ബോളിൻ്റെ ഹാഫ്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മധുരം വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഒരു 4 to 5 പിഞ്ച് ഷുഗർ ഇടാം. നമുക്ക് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് എഗ്ഗ് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഡോ ഉണ്ടാക്കാൻ. വേണമെങ്കിൽ കുറച്ച് ഇപ്പോൾ ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയിട്ട് വീണ്ടും തിക്കാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ കുറച്ച് ലൂസായി പോയിട്ടുണ്ടാവും, അത് വെച്ചുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം പോലെ ആവരുത് കേട്ടോ, കുറച്ച് കട്ടിയിലിടണം. ഞാൻ കഴിച്ചപ്പോൾ കുറച്ച് ലൂസായി, ഞാൻ കുറച്ച് മൈദ ഇട്ട് വീണ്ടും തിക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുക, പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തായാലും പോയിട്ട് ഇത് കുഴച്ച് വൃത്തിയാക്കി നല്ല ബോളാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഇത് ബോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബോൾ നമ്മൾ ഡോ ഉണ്ടാക്കിയതിൻ്റെ ബോൾ നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി എടുക്കണം. ഇത് പരത്തി റോൾ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കസ്റ്റേർഡ് മിൽക്കിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂൾ ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഈ ഡോ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് കസ്റ്റർഡ് പ്രിപ്പറേഷനിലേക്ക് പോയാൽ എല്ലാവരും ഫ്രൂട്ട് സലാഡ് കസ്റ്റർഡ് സോസ് ഒക്കെ വെച്ച് മിൽക്കിൽ ഒഴിച്ചുണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഇട്ടു, അതിൽ കുറച്ച് ഷുഗർ ഇട്ടു, അതിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലംസ് ഒക്കെ പെട്ടെന്ന് തന്നെ പോകും. അതായത് അതിലൊന്നുമില്ല, ഭയങ്കര തരിപ്പൊടിയല്ല. ചെറിയൊരു പാത്രം നമ്മൾ അടപ്പത്ത് വെച്ച് അതിൽ കുറച്ച് പാൽ ഒഴിച്ച് ഇങ്ങനെ സെമി ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മെല്ലെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്ലോയിൽ ഇങ്ങനെ പതുക്കെ
ചെയ്യാണ്. ബൈ.